അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിൻ്റെ അവസാന പത്തിലെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ വിഷയം, എന്താണ് ലൈലത്തുൽ ഖദ്ർ? അതായത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? രണ്ടാമത്തെ വിഷയം, ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണ് ഉണ്ടാവുക, ഏത് രാത്രിയിലാണ് ഈ വർഷം ലൈലത്തുൽ ഖദ്ർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള വിഷയമാണ് രണ്ടാമതായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അതായത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് പ്രത്യേകമായി ദർശിക്കാൻ പറ്റുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഈ 3 വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം. കൂടാതെ വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് സജ്ജിപ്പിക്കാം. അതായത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലെ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുന്ന ഘട്ടത്തിൽ പോലും 4 വിഭാഗം ആളുകൾക്ക് അതിൻ്റെ മഹത്വം ലഭിക്കില്ല. അതാരാണ് ആ 4 വിഭാഗം ആളുകൾ? നമ്മൾ ഒരിക്കലും ഈ വിഭാഗത്തിൽ പെട്ടുപോകാനേ പാടില്ല. അപ്പോൾ ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം ലഭിക്കാത്ത 4 വിഭാഗം ആളുകൾ ആരൊക്കെയാണ്? ആ വിഷയം കൂടി കൃത്യമായി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. അഞ്ചാമത്തെ കാര്യം കൂടി വളരെ ലളിതമായ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലെ നമ്മൾ അധികമായി ചൊല്ലേണ്ട പ്രാർത്ഥന ഏതാണ്, അധികമായി ഈ ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെയാണ്, അതേപോലെ നമ്മൾ അന്നത്തെ ദിവസം ചെയ്യേണ്ട മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് വലിയ വിഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ലൈലത്തുൽ ഖദ്ർക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിൽ ആർത്തവമുണ്ടായാൽ അല്ലെങ്കിൽ നിഫാസിൻ്റെ ഘട്ടത്തിലൂടെ പോവുകയാണെങ്കിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ആരും വിഷമിക്കേണ്ടതില്ല. അവർക്കുള്ള പരിഹാരങ്ങളെല്ലാം ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മൊത്തത്തിൽ ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് എന്നുള്ള വിഷയം കൂടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒറ്റ വീഡിയോ കണ്ടാൽ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങൾ മാറിക്കിട്ടുകയും അതിനെപ്പറ്റിയുള്ള കൃത്യമായ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭ്യമാവുകയും ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്നുകൂടി ആമുഖമായി ദുആ ചെയ്യുകയാണ്. കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. ലൈലത്തുൽ ഖദ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. അതായത് വിശുദ്ധമായ ഖുർആനിൽ സാധാരണ ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഖദ്ർ. അതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അതായത് വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഖുർആൻ ഇറക്കിയത്. എന്നിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു തന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അതായത് ലൈലത്തുൽ ഖദ്ർ എന്ന് വെച്ചാൽ 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള രാവാണ്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു രാവിനിക്കാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. അങ്ങനെ കണക്ക് കൂട്ടി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു വർഷം എന്നുള്ളത് ഏകദേശം 12 മാസമാണല്ലോ. അപ്പോൾ ഈ 12 മാസമാണ് ഒരു വർഷം എന്നുള്ളത്. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് ഈ 1000നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 83 വർഷവും 4 മാസവുമാണ്. അപ്പോൾ 83 വർഷവും 4 മാസങ്ങളും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെക്കാളും അതിൻ്റെ പുണ്യങ്ങളെക്കാളും പുണ്യം ലഭിക്കുക ലൈലത്തുൽ ഖദ്റിൻ്റെ ഒറ്റ രാത്രി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കാണ്. എന്ത് വലിയ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദ്റിലൂടെ നമുക്കുണ്ടാവുന്നത്. ഒരു പക്ഷേ 83 വർഷമൊന്നും നമുക്ക് ജീവിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ ഉറപ്പ് പറയാനേ പറ്റൂല. ഇന്ന് 83 വർഷമൊക്കെ ആളുകൾ ജീവിച്ചു പോരുന്നത് തന്നെ വളരെ കുറവാണ്. എന്നാൽ ആ 83 വർഷം ചെയ്യുന്ന ഇബാദത്തുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട് ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്ക്. ഒറ്റ രാത്രി അതിനെ ആ 53 വർഷത്തെയും 4 മാസത്തെക്കാളും മഹത്വമുള്ള രാത്രിയാണ്. അതായത് 1000 മാസങ്ങളെക്കാളും മഹത്വമുള്ള ഒറ്റ രാത്രിയാണ്. ആ രാത്രിയുടെ പേരാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. ഇനി ഈ ലൈലത്തുൽ ഖദ്ർ എന്നായിരിക്കും എന്നുള്ളതായിരിക്കും ഒരുപാട് പേരുടെ സംശയം. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഈ ലൈലത്തുൽ ഖദ്ർ യഥാർത്ഥത്തിൽ ഇന്ന രാത്രിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിനു മുമ്പ് ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതായത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ടാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖ്ബല ഇലൈഹിം മുസ്രിയൻ, അതായത് അഖ്ബല ഇലൈഹിം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഉളരിയതായ നിലയിൽ, വളരെ ആവേശത്തിൽ, വളരെ വേഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. കാല, എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹത്ത അഫ്സഅന മിൻ സുർഅതിഹി,
എത്രത്തോളം എന്ന് വെച്ചാൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉളരലിൽ നമ്മളൊക്കെ ഭയപ്പെട്ടു പോയി, നമ്മളൊക്കെ പേടിച്ചു പോയി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഉളരി കടന്നു വന്നു. ഫലമ്മൻതഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് എത്തിയപ്പോൾ ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജിഅ്തു മുസ്രിയൻ, ഞാൻ വളരെ ഉളരിയ നിലയിൽ കടന്നു വന്നു ഉഖ്ബിറുക്കും, അതെന്തിനാണ്? ഉഖ്ബിറുക്കും, നിങ്ങൾക്ക് അറിയിച്ചു തരാനാണ്, ബി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ അറിയിച്ചു തരാനാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഫഉൻസിതുഹ ബൈനി വബൈനക്കും, ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിനെ അറിയിച്ചു തരാനാണ് വന്നത്, പക്ഷേ എനിക്കും നിങ്ങൾക്കുമിടയിൽ ആ ലൈലത്തുൽ ഖദ്ർ മറപ്പിക്കപ്പെട്ടു. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യം ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് അറിയിച്ചു കൊടുത്തു, പിന്നെ അതിനെ മറപ്പിച്ചു കളയുകയാണ് ചെയ്തത്. അത് അള്ളാഹു വലിയ ഖൈർ സമുദായത്തിൽ അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്, വലാകിൻ, എങ്കിലും ഇൽതമിസുഹ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിൽ നിന്നുള്ള അവസാനത്തെ 10 അതിനെ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. അപ്പൊ ലൈലത്തുൽ ഖദ്ർ കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് റമളാനിന്റെ അവസാനത്തെ 10 രാവുകളിലാണ്. ഈ ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹാന്മാരൊക്കെ ഒരുപാട് വിശകലനം ചെയ്ത് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ ഒരുപാട് മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചൊരു വിഷയം, അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിന് കൂടുതൽ പോസിബിലിറ്റി. റമളാനിന്റെ എല്ലാ രാവുകളും നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. ഇനി എല്ലാ രാവുകളും അത്ര നല്ല രൂപത്തിൽ കൊണ്ടു നടന്നിട്ടില്ലെങ്കിലും അവസാനത്തെ രാവ് നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. ഈ അവസാനത്തെ രാവിൽ തന്നെ അതിന്റെ ഒറ്റയാക്കപ്പെട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദ്ർ കൂടുതൽ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുക. അതിന്റെ ഒറ്റയാക്കപ്പെട്ട രാവുകൾ, അതായത് 21, 23, 25, 27, 29 ഇങ്ങനെ ഒറ്റയാക്കപ്പെട്ട രാവുകൾ പ്രത്യേകിച്ച് വലിയ പുണ്യത്തോടെ നമ്മൾ കൊണ്ടു നടക്കേണ്ടതുണ്ട്. അത് ഒരുപാട് മഹാന്മാർ ഈ വിഷയം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച കാര്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, ഇതിൽ തന്നെ 27ാമത്തെ രാവാണ് ലോക മുസ്ലിം സമൂഹം പൊതുവെ കൊണ്ടു നടക്കുന്നത്. ഒരുപാട് ഇമാമിങ്ങളുടെ, ഒരുപാട് മഹത്തുക്കളുടെ, ഒരുപാട് ആലിമീങ്ങളുടെ അഭിപ്രായം 27 കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇത് വിശുദ്ധമായ ഖുർആനിലെ ലൈലത്തുൽ ഖദ്റിനെ പ്രതിപാദിക്കുന്ന സൂറത്തിന് വിശകലനം ചെയ്തുകൊണ്ട് അതിലേക്കുള്ള ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അവസാനത്തെ 10 നമ്മൾ എത്തി. അപ്പോൾ ഈ അവസാനത്തെ 10 എല്ലാ രാവുകളും നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാം. അങ്ങനെ എല്ലാ രാവുകളും കൊണ്ടു നടന്നില്ല എങ്കിലും ഈ അവസാനത്തെ 10 ഒറ്റയാക്കപ്പെട്ട് എല്ലാ രാവുകളും കൊണ്ട് നടക്കണം. അതിൽ തന്നെ പ്രത്യേകിച്ച് അവസാനത്തെ 10 ഒറ്റയാക്കപ്പെട്ട രാവുകൾ വലിയ മഹത്വത്തോട് കൊണ്ട് നടക്കാം. അതിൽ തന്നെ റമളാൻ 27ാമത്തെ രാവ് നമ്മൾ അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അത് വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. ഇനി ഈ ലൈലത്തുൽ ഖദ്റിന്റെ അടയാളങ്ങൾ പ്രധാനമായും 4 അടയാളങ്ങളാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 4 അടയാളങ്ങൾ എന്നതാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ലൈലത്തുൽ ഖദ്റിന്റെ 1ാമത്തെ അടയാളം, അന്നത്തെ ദിവസത്തെ അന്തരീക്ഷം നല്ല ശാന്തമായിരിക്കും. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഒരു പക്ഷെ കൂടുതൽ ചൂടും കൂടുതൽ തണുപ്പും ഒക്കെ പലയിടങ്ങളിലും അനുഭവിച്ചു പോരുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണ നല്ല ഒരു ഉഷ്ണത്തിലൂടെയാണ് ഈ വിശുദ്ധമായ റമദാനൊക്കെ കൊണ്ടു നടക്കുന്നത്. എന്നാൽ മനസ്സിലാക്കുക, അന്നത്തെ അന്തരീക്ഷം നല്ല ശാന്തമായിരിക്കും. അതായത് കൂടുതൽ തണുപ്പോ കൂടുതൽ ചൂടോ അനുഭവപ്പെടില്ല. ഒരു നല്ലൊരു നോർമൽ ടെമ്പറേച്ചർ കീപ്പ് ചെയ്തുകൊണ്ടുള്ള അന്തരീക്ഷമായിരിക്കും അന്ന് നമുക്ക് അനുഭവപ്പെടാം. അതിന് വേറൊരു വിഷയം, അന്തരീക്ഷം നല്ല തെളിഞ്ഞിരിക്കും അന്തരീക്ഷം, 2ാമത്തെ അടയാളം. 3ാമത്തത്, അന്നത്തെ നക്ഷത്രത്തിന് കൂടുതൽ തിളക്കം അനുഭവപ്പെടും. ആകാശലോകത്ത് നമ്മൾ കാണപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് നല്ല തിളക്കം ലൈലത്തുൽ ഖദ്റിന്റെ രാവ് അനുഭവപ്പെടും. വേറൊരു വിഷയം, 4ാമത്തെ ഒരു അടയാളം, ശേഷം കടന്നു വരുന്ന പ്രഭാതത്തിന് സൂര്യൻ നല്ല കിരണങ്ങളില്ലാതെയായിരിക്കും ഉദിക്കപ്പെടാം. അതായത് ഓവർ കിരണങ്ങൾ സൂര്യന് ഉണ്ടാവില്ല. അതിന് കാരണമായിട്ട് പഠിപ്പിക്കുന്നത് മലക്കുകൾ ആ രാത്രിയിൽ ഇറങ്ങുന്നത് കാരണം അവർ മറയിടുന്നത് മൂലം പ്രകാശത്തിന് ശക്തി കുറയും എന്നുള്ളതാണ്. അതായത് ഒരുപാട് മലക്കുകളൊക്കെ ഈ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് ഇറങ്ങി വരുന്നുണ്ട്. അത് നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ട് നടക്കണം. ഇനി ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലൈലത്തുൽ ഖദ്റിന്റെ പ്രധാനപ്പെട്ട മഹത്വങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ, എപ്പോഴൊക്കെ അത് പ്രതീക്ഷിക്കപ്പെടാമെന്നുള്ളതും അതിൻ്റെ അടയാളങ്ങളുമാണ്. ഇനി ഈ ലൈലത്തുൽ ഖദ്റിന്റെ ഈ രാവിൽ നമ്മൾ അധികമായി ചൊല്ലേണ്ട ദിക്റുകളും പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഈ ലൈലത്തുൽ ഖദ്റിന് ഇത്രയേറെ പുണ്യങ്ങളുണ്ടെങ്കിലും ഈ ലൈലത്തുൽ ഖദ്റിന്റെ ആ രാവിൽ പോലും അതിന്റെ മഹത്വം ലഭിക്കാത്ത ആളുകളുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ
ലൈലത്തുൽ ഖദ്റിൻ്റെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അതിൻ്റെ വിശകലനമൊക്കെ ചെയ്തു പോകുന്ന ഹദീസുകൾ, അതിനെ ഒരുപാട് മഹത്വങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലെ ഓഹരി ചെയ്യും. അങ്ങനെ ഓഹരി ചെയ്തിട്ട് അന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ വിശ്വാസികൾക്കും അത് ഓഹരി ചെയ്യും. എന്നിട്ട് ബാക്കി വന്നപ്പോൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മരണപ്പെട്ടു പോയേണ്ടി ഓഹരി ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ടും ബാക്കി വന്നപ്പോൾ അന്ന് അവിടെയുള്ള അമുസ്ലിമീങ്ങൾക്ക് ഓഹരി ചെയ്യാൻ വേണ്ടി പറയും. അന്ന് അവിടെ നിന്ന് ലഭിച്ച ആ റഹ്മത്ത് ലഭിച്ച അമുസ്ലിമീങ്ങൾ പിന്നീട് ഹിദായത്ത് ലഭിച്ച് മരണപ്പെടും എന്നുള്ളതാണ്. നമ്മൾ വിഷയം മനസ്സിലാക്കണം. അത്രത്തോളം പുണ്യങ്ങളും മഹത്വങ്ങളൊക്കെയുള്ള രാവാണ് ഈ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. എന്നാൽ ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇങ്ങനെ എല്ലാവർക്കും ലഭ്യമാകുമെന്നുള്ള വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് 4 വിഭാഗം ആളുകൾക്ക് ഇതിൻ്റെ മഹത്വം ലഭിക്കില്ല എന്ന് പഠിപ്പിച്ചു. ആ സമയത്ത് സ്വഹാബാക്കള് വളരെ ആശ്ചര്യത്തോട് ചോദിക്കും, എന്താണ് ആ വളരെ ഭാഗ്യം കെട്ട ആ 4 വിഭാഗം ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 4 വിഭാഗം ആളുകൾ നമ്മൾ പെടുന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം, ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. ഈ 4 വിഭാഗം ആളുകളെ പറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതിൽ ഒന്നാമത്തെ വിഭാഗം സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾ. മദ്യപാനം ശീലമാക്കിയ ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റിവെച്ചോ. ലൈലത്തുൽ ഖദ്റിന്റെ ആ ഒരു മഹത്വം പോലും ലഭിക്കാത്ത വിഭാഗമാണ് മദ്യപാനം സ്ഥിരമാക്കിയ ആളുകൾ. ഇനി മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു വിഷയം പറയട്ടെ. ലഹരി പദാർത്ഥങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിന്നോ. കാരണം പല ലഹരി പദാർത്ഥങ്ങളും മദ്യത്തിലേക്ക് നയിക്കും. അത് കഞ്ചാവാകട്ടെ, MDMA ആകട്ടെ, അങ്ങനെ മറ്റ് ഏതൊരു ലഹരി പദാർത്ഥവുമായി ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ പൂർണ്ണമായും മാറി നിന്നോ. സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾക്ക് വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം പോലും ലഭിക്കില്ല എന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. രണ്ടാമത്തെ വിഭാഗം വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി വിശദീകരണം നടത്തേണ്ട, അല്ലെങ്കിൽ നമ്മൾ തന്നെ അന്വേഷിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവർ. അതായത് മാതാപിതാക്കളെ അനുസരിക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ടോ, അവർക്ക് ഈ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം പോലും ലഭിക്കില്ല എന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒന്നാമത്തെ വിഭാഗം സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾ, രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന ആളുകൾ, അവർക്കും ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം ലഭിക്കില്ല. മൂന്നാമത്തെ വിഭാഗം നമ്മളേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പുതിയ കാലത്ത് കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ. അതായത് ഇന്ന് എത്രയെത്ര കുടുംബങ്ങളിലാണ് പള്ളികളിൽ നല്ല രൂപത്തിൽ മുൻ സഫുകളിൽ കാണാൻ സാധിക്കും, ഒരുപാട് സൽപ്രവർത്തനങ്ങളിൽ കാണാൻ സാധിക്കും, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടാകും. അത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ. പക്ഷെ സ്വന്തം ജ്യേഷ്ഠനോട് സംസാരിക്കില്ല, സ്വന്തം അനുജനോട് സംസാരിക്കില്ല, സ്വന്തം പെങ്ങന്മാരെ പരിഗണിക്കൂല, സ്വന്തം മൂത്താപ്പമാരെ അളാപ്പമാരെ ഇങ്ങനെ പരിഗണിക്കൂല. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരാണോ? ആ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർക്ക് ഈ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം ലഭിക്കില്ല എന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു സ്വഭാവം മാറ്റിക്കോ, അവരോടൊക്കെ പൊരുത്തപ്പെടിച്ചോ. അവരിങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കരുത്. കുടുംബബന്ധം ആര് വിച്ഛേദിച്ചോ അവർക്ക് വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം ലഭിക്കില്ല എന്നതാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ അന്വേഷിക്കാം. ഇനി അവർ നമ്മളെ സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ അങ്ങോട്ട് പോയി നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ പൊരുത്തപ്പെടിക്കുക, ആളുകളോട് സലാം പറയുക, നല്ല രൂപത്തിൽ കുടുംബബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. അത് വളരെ പ്രധാനമാണ്. നമ്മളുടെ ദുനിയാവിലെയും നാളെ പാരത്രിക ലോകത്തിലെയും വിജയത്തിന് വളരെ പ്രധാനമാകുന്ന ഒരു കാരണമാണ് കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്. ആ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർക്ക് ഈ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം ലഭിക്കില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തെ വിഭാഗം കാപട്യവും കുശുമ്പും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ. മനസ്സിൽ അസൂയാണ്, മനസ്സ് ക്ലിയർ അല്ല, ആളുകളുടെ ഉയർച്ച നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആളുകളുടെ വളർച്ച നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ തകർച്ചയാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിൽ വിശാലമല്ല, മനസ്സ് വളരെ ഇടുങ്ങിയതാണ്, മറ്റുള്ളവരോട് വല്ലാതെ വെറുപ്പാണ്, കാപട്യാണ്, അസൂയാണ്, ദേഷ്യമാണ്. ഇങ്ങനെയുള്ള മനസ്സുമായിട്ട് കണ്ടു നടക്കുന്ന ആളുകളുണ്ടോ, അവർക്കും ഈ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം ലഭിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കണം. മറ്റുള്ളവരുടെ വിജയം നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? മറ്റുള്ളവർ ആരെങ്കിലും വിജയിച്ചാൽ നമുക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഒന്നും ഇഷ്ടപ്പെടാനില്ല. എല്ലാവരുടെയും വിജയത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഹൃദയം നമുക്ക് വേണം. അങ്ങനെ നമ്മൾ വളരെ വിശാലമാണ്. ആളുകളെ പറ്റി മോശമായി ചിന്തിക്കുന്നിടത്തും ആളുകളുടെ തകർച്ച ആഗ്രഹിക്കുന്നിടത്തും യഥാർത്ഥത്തിൽ തകർന്നു പോകുന്നത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.
കാരണം നമ്മൾ ചുരുങ്ങിപ്പോകുന്നു, നമ്മുടെ ടെൻഷൻ കൂടി വരുന്നു. ആളുകൾക്ക് സന്തോഷം ഉണ്ടാകട്ടെ, അവർക്ക് വിജയം ഉണ്ടാകട്ടെ, അതിൽ നമ്മളെന്തിനാണ് അസൂയപ്പെടുന്നത്? അങ്ങനെ ഹൃദയത്തിൽ കാപട്യം കുശുമ്പും കൊണ്ട് നടക്കുന്ന ആളുകൾക്കും ഈ വിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ലഭിക്കില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യം കൂടി കൃത്യമായി നമ്മൾ മനസ്സിലാക്കാം. ഇനി ഈ ലൈലത്തുൽ ഖദർ ഈ 4 വിഭാഗത്തിൽ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. അതായത് സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, അതേപോലെ കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ, അതേപോലെ ഹൃദയത്തിൽ കാപട്യം കുശുമ്പും കൊണ്ട് നടക്കുന്ന ആളുകൾ. ഇനി നാലാമതായി ഞാൻ നിങ്ങളോട് പ്രധാനമായും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ വിഷയം കൃത്യമായി ശ്രദ്ധിക്കണം. ഈ ഒറ്റ വിഷയം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നമ്മൾ അധികമായി ചൊല്ലേണ്ടത് ഏത് ദിക്റാണ്? അപ്പോൾ ഈ വിശുദ്ധ റമദാനിലെ അവസാനത്തെ ഒറ്റയാക്കപ്പെട്ട രാവുകളിലൊക്കെ നമ്മൾ കൂടുതലായി ചൊല്ലാം. ഇനി നല്ല സാലിഹീങ്ങളായ ആളുകൾക്ക് ലൈലത്തുൽ ഖദർ ഇന്നാണെന്ന് പ്രത്യേകമായി അള്ളാഹു അറിയിച്ചു കൊടുത്തേക്കാം. അങ്ങനെ അറിയിച്ചു കൊടുത്താലും അവരും അതിനെ പരസ്യപ്പെടുത്താതിരിക്കലാണ് ചെയ്യേണ്ടത് എന്നത് മഹത്തുക്കൾ ഇമാമിങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യം അതാണ് നല്ലത് എന്നുള്ളത് ഇമാമിങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നമ്മൾ അധികമായി ചൊല്ലേണ്ട ദിക്ർ ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാവുകളിലെല്ലാം, അവസാനത്തെ 10 രാവുകളിലെല്ലാം, പ്രത്യേകിച്ച് ഒറ്റയാക്കപ്പെട്ട രാവുകളിൽ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ ഏറെ പ്രതീക്ഷിക്കപ്പെടുന്ന 27ാമത്തെ രാവിലൊക്കെ നമ്മൾ ഈ ദിക്ർ അധികമായി ചൊല്ലാം നൽകുന്നില്ല. അതേ സമയത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ഈ രാവുകളൊക്കെ ചെയ്യേണ്ടത് ഒന്നാമത് പ്രധാനമായും നമ്മൾ തൗബ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങേയറ്റം പൊറുക്കലിന് ചോദിക്കണം. നമുക്കറിയുന്ന രൂപത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അധികമായി ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ രാവിലെ അധികമായി ചൊല്ലേണ്ട ദിക്ർ. ആയിഷ ബിബി റളിയല്ലാഹുവിനെ തൊട്ട് ഒരു ഹദീസ് ഉണ്ട്. അതായത് കാലത്ത് ആയിഷ റളിയല്ലാഹു ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ അലിംതു അയ്യു ലൈലത്തിൻ ലൈലത്തുൽ ഖദർ, അതായത് ലൈലത്തുൽ ഖദർ ഏത് രാവാണെന്ന് ഞാൻ അറിഞ്ഞു, ഇന്ന രാവാണെന്ന് ഞാൻ അറിഞ്ഞു എങ്കിൽ മാ അഖൂലു ഫിഹാ, ആ ലൈലത്തുൽ ഖദറിൽ എന്താണ് ഞാൻ പറയേണ്ടത്? അതായത് ലൈലത്തുൽ ഖദർ ഇന്ന രാവാണെന്ന് അറിഞ്ഞാൽ ആ ലൈലത്തുൽ ഖദറിൽ എന്താണ് പറയേണ്ടത്? അപ്പൊ കാല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലി, പറയണം. എന്ത് പറയണം? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ പറയണം. അപ്പൊ ഈ ലൈലത്തുൽ ഖദറിന്റെ രാവ്, പ്രതീക്ഷിക്കപ്പെടുന്ന രാവ്, നമ്മൾ അധികമായി ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവുൻ, അല്ലാഹുവേ, തീർച്ചയായും നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകലിന് ഇഷ്ടപ്പെടുന്നവനുമാണ്, ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് നൽകണം. അപ്പൊ ഈ ദിക്റാണ് അധികമായി ചൊല്ലേണ്ടത്. അപ്പൊ ഈ ഒരു ഹദീസ് വളരെ പ്രധാനമായും നമ്മോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ പുണ്യമാക്കപ്പെട്ട രാവുകളിൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതലായിട്ടും പാപമോചനം നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പാപമോചനം ചോദിക്കുന്നത് റബ്ബായ അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ ആർത്തവത്തിൻ്റെയും നിഫാസിൻ്റെ ഒക്കെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. അവർക്കൊക്കെ ഈ ദിക്റുകൾ അധികമായി ചൊല്ലാം. ഇത് ദിക്റാണ്, ദുആ ആണ്. ഇതൊക്കെ അവർക്ക് അധികമായി ചൊല്ലാം. ഒന്നിച്ച് സ്വലാത്തുകൾ അധികരിപ്പിക്കാം, ഒന്നിച്ച് പറ്റുന്ന രൂപത്തിലുള്ള ദിക്റുകളൊക്കെ അധികരിപ്പിക്കാം. വിശുദ്ധമായ റമദാന്റെ അവസാനത്തെ 10 പ്രത്യേകമായ ദിക്റുകളും റമദാനിൽ എപ്പോഴും ചൊല്ലുന്ന ദിക്റുകളും അതൊക്കെ അധികരിപ്പിക്കാം. അങ്ങനെ ദിക്റുകൾ അധികരിപ്പിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പറ്റുന്ന പോലെ അധികരിപ്പിക്കാം. ഈ വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക് നിസ്കാരങ്ങൾ കാര്യങ്ങളൊന്നും പാടില്ല. അതേപോലെ ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ ഓതാൻ പാടില്ല. അപ്പോൾ ഖുർആൻ അവർ പാരായണം ചെയ്യേണ്ട. അതേസമയത്ത് ഈ ദിക്റുകളൊക്കെ അധികരിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അതിന് വലിയ മഹത്വമുണ്ട്. ഇനി നല്ല ശുദ്ധിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, സാധാരണഗതിയിൽ പോകുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ രാവിലെ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. പ്രത്യേകിച്ച് തസ്ബീഹ് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കാം. തറാവീഹ് ഏതായാലും നല്ല രൂപത്തിൽ തന്നെ നിസ്കരിക്കണം. അത് റമദാനിൽ എപ്പോഴും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ. അതേപോലെ വിത്തറൊക്കെ 11 റക്അത്ത് പൂർണ്ണമാക്കി നിസ്കരിക്കുന്ന ആളുകൾക്ക് 11 റക്അത്ത് പൂർണ്ണമാക്കി നിസ്കരിക്കാം. ഒപ്പം തസ്ബീഹ് നിസ്കാരങ്ങളൊക്കെ പറ്റുന്ന ആളുകൾ അങ്ങനെ നിസ്കരിക്കാം. തസ്ബീഹ് നിസ്കാരം എങ്ങനെ നിർവഹിക്കണം അതിൻ്റെ രൂപമൊക്കെ ഈ ചാനലിലൂടെ കൃത്യമായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരു 3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തപ്പോൾ ഏകദേശം 1,00,000-അടുത്തുള്ള ആളുകൾ ആ വീഡിയോകളൊക്കെ കണ്ടു. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടെന്നുള്ള വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വീഡിയോകളൊക്കെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. മാക്സിമം നല്ല രൂപത്തിൽ നമ്മൾ ഈ രാവുകൾ കൊണ്ട് നടക്കുക. ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യാം. ആ തൗബയുടെ രൂപം കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. അങ്ങനെയൊക്കെ തൗബയൊക്കെ ചെയ്തിട്ട് ഇനി ജീവിതം നമ്മൾ ഒരു കംപ്ലീറ്റ് ഒരു മാറ്റം ജീവിതത്തിൽ വേണം.
നമ്മളിങ്ങനെ തെറ്റ് ചെയ്തു, ഇങ്ങനെ നമുക്ക് തെറ്റ് ചെയ്ത് ഇന്ന് കുറേ തെറ്റ്, നാളെ കുറേ തെറ്റ്, പിന്നെ കുറച്ച് ഒന്ന് നന്നാവൽ, പിന്നെ കുറച്ച് ദിക്റിൽ, വീണ്ടും തെറ്റ്, ഇങ്ങനെ എത്ര കാലം ജീവിക്കാൻ? നമുക്കൊക്കെ ഒരു അവസാനം ഉണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്കൊന്ന് മാറണം. അങ്ങനെ മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെപ്പറ്റി കൃത്യമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. ഏതായാലും ലൈലത്തുൽ ഖദ്ർ കൊണ്ട് പുണ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.